ചോക്ലേറ്റ് കേക്ക് ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ക്രിസ്മസ് ഒക്കെ അടുത്ത് എത്താറായല്ലോ. അപ്പൊ കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു കേക്കിന്റെ റെസിപ്പി. അപ്പൊ ഇന്നത്തെ കേക്ക് ചോക്ലേറ്റ് കേക്കാണ്, മുട്ട ചേർക്കാത്ത ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിന് മുമ്പ് മുട്ട ചേർക്കാത്ത വേറൊരു കേക്ക് ഞാൻ സ്പോഞ്ച് കേക്കിന്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കുറെ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു കേക്കാണ്. അതേപോലെ തന്നെ ഈ കേക്ക് ആയിരുന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന കേക്കാണ്. ഈ കേക്കിലേക്ക് നമുക്ക് മുട്ട വേണ്ട, ബട്ടർ വേണ്ട, കണ്ടൻസ് മിൽക്ക് വേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കും റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ കേക്ക് ഞാനിവിടെ കുക്കറിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുന്നത് 350 ഫാരനൈറ്റിൽ, സെന്റിഗ്രേഡിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 180 സെന്റിഗ്രേഡിൽ വെച്ചിട്ട് വേണം കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 30 മിനിറ്റ്സിന്റെ അടുത്ത് മതിയോ. ഇടയ്ക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി ഓവനിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കുക്കറിൽ ആകുമ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുക്കും. കാരണം തീ അങ്ങനെ കൂട്ടി വെച്ചിട്ട് കുക്കറിൽ വെച്ചിട്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്കിന്റെ ഉൾഭാഗം നമുക്ക് ശരിക്കും വെന്തിട്ടില്ല, അടിഭാഗം കരിഞ്ഞു പോയി ചെയ്യും. അപ്പോൾ ഈ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1.25 മണിക്കൂർ എടുക്കും. പക്ഷെ ഒരുപാട് ഗ്യാസൊന്നും പോയില്ല, കാരണം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് ഈ കേക്ക് നമ്മൾ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ മിക്കവരും പറയുന്ന ഒരു പരാതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് നമ്മൾ റെഡി ആയി കഴിഞ്ഞ് നോക്കി കഴിയുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് പൊന്തിയിരിക്കട്ടായിരുന്നു. പക്ഷെ ചൂടാറി കഴിഞ്ഞപ്പോൾ കേക്ക് താണു പോയി. അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണമല്ല, ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, കേക്കിന്റെ ഉൾഭാഗം ശരിക്കും വെന്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് നോക്കുമ്പോൾ കേക്കിന്റെ ഉൾഭാഗം നമുക്ക് വെന്ത പോലെ ഇരിക്കും. പക്ഷെ നിങ്ങളത് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും, അതിന്റെ ഉള്ളില് കേക്കിന്റെ ശരിക്കും ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ടാവില്ല, ഇങ്ങനെ ഒട്ടണ പോലെ ഇരിക്കും. അത് കേക്ക് ശരിക്കും വേവാണ്ട കേട്ടോ അങ്ങനെ വരുന്നത്. അപ്പൊ അങ്ങനത്തെ കേക്കാണ് ഈ ചൂടാറി കഴിഞ്ഞപ്പോൾ താഴത്തേക്ക് ഇരുന്ന് കൊണ്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ കറക്റ്റ് അത്രയ്ക്ക് സമയം എടുക്കും, ഒരു 1.25 മണിക്കൂറിന്റെ അടുത്ത് എടുക്കും കേക്ക് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാത്തിന്റെ അളവ് കറക്റ്റ് ആയിട്ട് എടുക്കുക. കേക്ക് ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. കാരണം എല്ലാവരും കറക്റ്റ് അളവിലെടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വരില്ല. അപ്പൊ ടേബിൾ സ്പൂണിൽ എടുക്കുന്ന ടേബിൾ സ്പൂണിൽ നല്ല കൃത്യം നന്നായിട്ട് നിറച്ചിട്ട് എടുക്കുക. പിന്നെ ഓയിലൊക്കെ ചേർക്കുമ്പോൾ ആ കപ്പില് കറക്റ്റ് ഫുള്ളായിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ ലൈക്ക് ചെയ്യുക, കമന്റ്സ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. അപ്പൊ ഇനി ഒട്ടും സമയം കളയേണ്ടത് നമ്മുടെ കേക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്കിന്റെ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇൻഗ്രീഡിയൻസ് പറയുന്നില്ല കേട്ടോ, എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മിക്സിയുടെ ജാറിലേക്കാണ് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിരുന്നു. പിന്നെ നമ്മൾ എല്ലാത്തിൻ്റെ അളവുകൾ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ശരിയായിട്ട് വരില്ല. ഇപ്പോൾ ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത്. മൈദപ്പൊടി അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ആയിരുന്നാലും കുഴപ്പമില്ല, അത് രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ മൈദപ്പൊടി ഇങ്ങനെ കപ്പിൽ എടുത്തു കഴിഞ്ഞിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ അമർത്തി ഇങ്ങനെ നിറക്കില്ല, അങ്ങനെ നിറക്കരുത് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കറക്റ്റ് ലെവലിൽ നിൽക്കണം, അപ്പോഴായിരിക്കും അളവ് കറക്റ്റായിട്ട് വരാം. ഇതിപ്പോൾ നമ്മൾ ഈ നന്നായിട്ടൊന്ന് പതിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ അളവ് കറക്റ്റായിട്ട് വരില്ല കേട്ടോ. ഇതേപോലെ പതിപ്പിച്ച് കൊടുക്കരുത്. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം കൂടിയിട്ട് കറക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തത് ചേർക്കാൻ വേണ്ടിയിട്ട് പോണത് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എടുക്കണ പഞ്ചസാര വലിയ തരിയുള്ള പഞ്ചസാര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് പഞ്ചസാര 1/2 കപ്പ്, 250 ml കപ്പിൽ 1/2 കപ്പ് പഞ്ചസാരയും എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി അടുത്തത് നമ്മൾ ചേർക്കുന്നത് ബേക്കിംഗ് സോഡയും വേണം, ബേക്കിംഗ് പൗഡറും വേണം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ, രണ്ടും ചേർക്കണം. അപ്പോൾ രണ്ടും ഞാനിവിടെ 1/2 ടീസ്പൂൺ വെച്ചാണ് ചേർക്കണത്. അപ്പോൾ ഇത് 1/2 ടീസ്പൂണാണ്. ഇനി ചേർക്കുന്നത് ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ചേർക്കുമ്പോൾ ആ പാക്കറ്റുമ്മ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും, അതൊന്ന് നോക്കിക്കോട്ടോ. ഡേറ്റ് കഴിഞ്ഞതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ഭയങ്കര ഹാർഡായിട്ടിരിക്കും. കേക്കിനെ സോഫ്റ്റ് ആക്കുന്നത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പ് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. അതും മെഷറിംഗ് സ്പൂണിൽ കറക്റ്റായിട്ട് ചേർക്കുക. അടുത്തത് നമുക്ക് കൊക്കോ പൗഡർ ചേർക്കുക. കൊക്കോ പൗഡർ 1/2 കപ്പാണ് ചേർക്കുന്നത്. അതും 250 ml മെഷറിംഗ് കപ്പിൽ 1/2 കപ്പ് എടുക്കുക. അപ്പോൾ 1/2 കപ്പ് കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. ഇത് മധുരമില്ലാത്ത കൊക്കോ പൗഡർ കേട്ടോ. ഇവിടെ സാധാരണ ഞാൻ മധുരമുള്ള കൊക്കോ പൗഡർ കണ്ടിട്ടില്ല കേട്ടോ, മധുരമുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട് പോണത് ഓയിലാണ് ചേർക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഒലിവ് ഓയിൽ വേണമെന്ന് വെച്ചാൽ ഒലിവ് ഓയിലും ചേർക്കുക. അത് ഞാനിവിടെ 1/2 കപ്പും എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ
1 കപ്പ് ഓയിൽ എടുക്കട്ടെ. അതിങ്ങനെ മെഷറിംഗ് കപ്പിൽ കണ്ടോ കറക്റ്റ് ഇതേപോലെ ഇങ്ങനെ നിറഞ്ഞിരിക്കണം കേട്ടോ. ഇതിലേക്ക് എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് വാനില എസൻസ് ചേർക്കാം. വാനില എസൻസ് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് തൈരും ചേർക്കണം. പിന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബ്രൂ കോഫി ഉണ്ടല്ലോ, ബ്രൂ കോഫിയിൽ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് കാപ്പി ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് ചൂടാറിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1/2 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി, ഏത് കോഫി ആയിരുന്നാലും കുഴപ്പമില്ല, ഞാനിവിടെ ബ്രൂ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് തിളപ്പിച്ച് വെച്ചേക്കണ കാപ്പിയും കൂടിയിട്ട് ചേർക്കണം. പിന്നെ 1/2 കപ്പ് തൈരും ചേർക്കണം. അപ്പോൾ തൈര് എടുക്കട്ടെ. അപ്പോൾ തൈര് ഞാനിവിടെ അധികം പുളിയില്ലാത്ത കട്ട തൈരായിട്ട് എടുക്കണത്. അപ്പോൾ 1/2 കപ്പ് തൈര് ചേർക്കാം. ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് കോഫിയാണ് ചേർക്കണത്. നമ്മുടെ 1 ടേബിൾ സ്പൂണിൽ 1/2 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തേക്കണം കോഫിയും കൂടിയിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിങ് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ടാണ്ട് കറക്കിയിട്ടെടുക്കുക. അപ്പോൾ നല്ലൊരു കേക്കിൻ്റെ ഒരു ബാറ്ററായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് കറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കേക്കിൻ്റെ മിക്സിങ് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി സ്പൂണും കൊണ്ട് ഒന്നും കൂടിയും സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ട് എടുക്കണം. അല്ലെങ്കിൽ സൈഡിലേക്ക് പിടിച്ചിരിക്കണം കേട്ടോ. നമ്മുടെ കേക്കിൻ്റെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. മിക്സിങ് ഇരിക്കണുണ്ടല്ലേ, ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം. ഇതേപോലെ കറക്റ്റ് കൺസിസ്റ്റൻസി കേട്ടോ. ഭയങ്കര തിക്കായിട്ടല്ല ഇരിക്കുന്നത്, എന്നാൽ കുറച്ച് തിക്കായിട്ടും ഒരുപാട് ഇങ്ങനെ ലൂസായിട്ടും ഇരിക്കണില്ല, ഇതേപോലെ ഇരിക്കണം. അപ്പോൾ എടുക്കുമ്പോൾ എല്ലാവരും നല്ല കറക്റ്റ് അളവിൽ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ കേക്ക് ഉണ്ടാക്കണം അങ്ങനത്തെ പാത്രം ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ വീട്ടിലേക്കും സ്റ്റീലിൻ്റെ കോപ്പി ഉണ്ടാവില്ലേ, കുഴിയുള്ളത്, അങ്ങനത്തെ സ്റ്റീലിൻ്റെ കോപ്പി ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതിപ്പോൾ എടുത്തേക്കുന്നത് 6 ഇഞ്ചിൻ്റെ കേട്ടോ. 6 ഇഞ്ചിനേക്കാളും കുറച്ചും കൂടി നല്ലത് 6.5 ഇഞ്ചിൻ്റെയാണ് കുറച്ചും കൂടി നല്ലത്. പക്ഷെ എൻ്റെ അടുത്ത് 6 ഇഞ്ചിൻ്റെ ഉള്ളൂ. 6 ഇഞ്ചിൻ്റെ ആകുമ്പോൾ ഇതിനകത്തുനിന്ന് ഒരു എക്സ്ട്രാ ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വയ്ക്കും. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ കേക്ക് പൊന്തി വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ സൈഡിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്തുള്ളത് കുറച്ചും കൂടി വലുതാണ്. പക്ഷേ അതിനകത്താകുമ്പോൾ എനിക്ക് ഇങ്ങനെ അത്യാവശ്യം നന്നായിട്ട് പൊന്തിയിരിക്കുന്ന കേക്ക് കാണാൻ ഇഷ്ടം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അതേപോലത്തെ സ്റ്റീൽ പാത്രം എടുത്താൽ മതി. കുറച്ച് കുഴിയുള്ള ഒരുപാട് വലിപ്പമില്ലാത്ത പാത്രം വേണം കേട്ടോ. അതാണ് ഞാൻ പാത്രത്തിൻ്റെ അളവ് പറയാൻ വേണ്ടിയിട്ട് കാരണം. കേക്ക് ഉണ്ടാക്കുമ്പോൾ കേക്ക് കുറച്ച് തിക്കൊക്കെ ആയിട്ടുള്ള ഇരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വലിയ പാത്രത്തിൽ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ട് കേക്ക് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കണ പോലെ ആയിപ്പോൾ കേക്കിൻ്റെ ആ ഹൈറ്റൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ കേക്കിന് സോഫ്റ്റ്നെസ്സും ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഏകദേശം അളവിലുള്ള പാത്രം എടുക്കുക. പിന്നെ ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാച്ച്മെൻറ്റ് പേപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഇതും കൂടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ അടി ഒട്ടും കരിഞ്ഞു പോവില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ ഈ കേക്കിൻ്റെ ഇതിൻ്റെ ഈ സൈഡിലും ഉള്ളിലേക്ക് കുറച്ച് ഓയിലും തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഈ കേക്കിലേക്ക് എടുത്തേക്കണ സെയിം ഓയിൽ തന്നെ കേട്ടോ ഞാൻ ചേർക്കണത്. കുറച്ച് ഓയിൽ എടുത്തിട്ട് ഈ പാത്രത്തിൻ്റെ ഉള്ളിലും സൈഡിലേക്ക് തേച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ബട്ടർ പേപ്പർ വയ്ക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കണത് ഇപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഞാൻ എടുക്കുമ്പോൾ ഇതിനകത്ത് ഒരു 2-3 ടേബിൾ സ്പൂൺ മാറ്റി വയ്ക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ മാറ്റി വയ്ക്കേണ്ടത് നമുക്കിപ്പോൾ വീട്ടിൽ നമ്മൾ ചായ കുടിക്കുന്ന കപ്പൊക്കെ ഉണ്ടല്ലോ, ആ കപ്പിൽ ഒടിച്ചിട്ട് ലാസ്റ്റ് ഇതേപോലെ തന്നെ നമുക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഈ കേക്ക് ബേക്ക് ചെയ്യണ പോലെ തന്നെ അതിലേക്ക് തന്നെ വെച്ചാൽ മതി. അപ്പോൾ അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സിങ് ഒഴിക്കുകയാണ്. നല്ല റിബൺ പോലെ വീഴുന്നുണ്ട്. നമ്മൾ ഒഴിക്കണ പാത്രത്തിൻ്റെ ഒരു 3/4 ഭാഗം മാത്രം മതി കേട്ടോ മിക്സിങ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് 6 ഇഞ്ചിൻ്റെയാണ്. 6 ഇഞ്ചിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരും. ഈ കേക്കിനെ ഞാനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എയറൊക്കെ ഉണ്ടെങ്കിൽ പോവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ബബിൾസൊക്കെ വരും. പിന്നെ നമ്മുടെ കേക്ക് ഒന്ന് ലെവലായിട്ട് വരെയും ചെയ്യും. അപ്പോൾ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കുക. കുക്കർ തന്നെ വേണമെന്നില്ല കേട്ടോ, കറക്റ്റ് മൂടിയുള്ള എന്ത് ടൈപ്പ് അലുമിനിയത്തിൻ്റെ പാത്രമൊക്കെ ആയിരുന്നാലും മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഈ കുക്കർ അടിയിൽ നികത്തിയിട്ട് ഉപ്പ് ഇടണം. അപ്പോൾ ഈ ഉപ്പ് ഞാൻ ഇതിന് മുമ്പോടെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരുന്നു ഉപ്പാട്ടോ. ആ ഉപ്പ് തന്നെ നമുക്ക് കുറേ പ്രാവശ്യം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. പിന്നെ കുറേ പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഉപ്പിനൊരു പൊട്ടം മണം വരും. അപ്പോൾ എടുക്കണ്ട കേട്ടോ. ഈ ഉപ്പ് കുക്കറിൻ്റെ എല്ലായിടത്തും ഒന്ന് ലെവൽ ചെയ്യാം. ഈ തീ ഓണാകട്ടെ.
അപ്പോൾ എൻ്റെ വലിയ ബർണറാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിനേക്കാൾ ഒരു പൊടിക്കൊന്ന് കൂട്ടി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് ഉപ്പും നന്നായിട്ട് ചൂടാവട്ടെ. നമ്മൾ കേക്ക് വെക്കണത് ഞാനിവിടെ ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രമായിട്ടോ കമത്തി വെക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ അടിയിൽ ബേസായിട്ട് വെക്കുന്നത്. ഈ ബേസ് വെക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് കുക്കറിൻ്റെ അടിയിലേക്ക് താണിരിക്കുന്ന ബേസ് വെക്കരുത്. ഇതേപോലെ ഇങ്ങനെ കുറച്ച് പൊന്തിരിക്കുന്ന ബേസ് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഉപ്പിനോട് ചേർന്നിരിക്കുന്ന ബേസ് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കേക്കിന് ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് വരും, പിന്നെ ഒരു പുകച്ചോകയൊക്കെ വരും. അപ്പോൾ ഇത്രയ്ക്ക് ഇങ്ങനെ ഉള്ള ഒരു സ്റ്റാൻഡ് വയ്ക്കുക. ആ സ്റ്റാൻഡ് കറക്റ്റ് ലെവൽ ചെയ്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു സൈഡ് 2 സൈഡും കറക്റ്റായിട്ട് വരില്ല. അതന്നെ. അപ്പോൾ ഇനി ഞാനിവിടെ കുക്കർ മൂടി വയ്ക്കുകയാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ട് കുക്കർ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കുക്കർ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. അതേപോലെ നന്നായിട്ട് ചൂടായിട്ട് വരണം. അപ്പോൾ പെട്ടെന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് തീ ഒരുപാട് അങ്ങോട്ട് കൂട്ടി വയ്ക്കണ്ട. ഇനി നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിനുള്ളിലേക്ക് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം കുക്കർ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പതുക്കേണ്ട വെച്ച് കൊടുക്കുക. എനിക്കും വെക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. കൈ എങ്ങനെ നല്ല ചൂടായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇനി നമ്മൾ കുക്കർ അടയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഈ കുക്കറിൻ്റെ ആയ കൂടി നമ്മൾ മാറ്റണത് ഇതിൻ്റെ ഈ വിസിലുണ്ടല്ലോ, ഈ വിസിൽ മാത്രം മാറ്റണുള്ളൂ കേട്ടോ. എൻ്റെ ഇവിടെ വലിയ ബർണറിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വെക്കുന്നത് ലോ ഫ്ലെയിമിനേക്കാളും കുറച്ചും കൂടി ഒന്ന് കൂട്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എൻ്റെ അതുമ്പോൾ നമ്പർ എഴുതിയിട്ടുണ്ട്. ലോ കഴിഞ്ഞിട്ട് 2, 4, 6, 8 പിന്നെ ഹൈന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെക്കുന്നത് 4നും 2നും ഇടയ്ക്കാണ് വെക്കുന്നത്. കാരണം ഒരുപാട് ചൂട് വേണ്ട. ഈ കേക്ക് നമുക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1 മണിക്കൂർ 40 മിനിറ്റൊക്കെ എടുക്കും. അപ്പോൾ ഒരുപാട് ഗ്യാസൊന്നും പോയില്ല. നമ്മൾ തീ ഒരു ഇത് നന്നായിട്ട് കുറച്ചിട്ട് തന്നെ വെക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത് ഇതേപോലത്തെ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഇവിടെ അതേ സ്നോ വീണോണ്ടിരിക്കുക കേട്ടോ. ഈ വർഷത്തെ ആദ്യത്തെ സ്നോയാണ്. സ്നോയും മഴയും കൂടിയിട്ടൊക്കെയാണ് പെയ്യുന്നത്. രാവിലെ തുടങ്ങിയിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ ചാറി ചാറി നിൽക്കണുണ്ടായിരുന്നു. ഇപ്പോൾ മഴ മാറിയിട്ട് ഇപ്പോൾ ഐസ് വീണോണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. മഴ പെയ്യണ പോലെയാണ് വീഴണത്. വീഴുമ്പോൾ നല്ല കട്ടി കട്ടി പോലെ വീഴും. ഇതിപ്പോൾ നല്ല കാറ്റും വീശുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്നോ വീണോണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട് പുറത്ത്. അവിടെ മരങ്ങളുടെ ഇലകളൊക്കെ കൊഴിഞ്ഞു. പക്ഷെ ഇവിടെ ചില മരത്തിൻ്റെ ഇലകൾ ഇനിയും കൊഴിയാനുണ്ട് കേട്ടോ. ഈ വർഷം സ്നോ നേരത്തെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞിട്ടാണ് സാധാരണ സ്നോ വരാറുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് 1.25 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ കേക്കൊന്ന് തുറന്നു നോക്കട്ടെ. ഇതിന് മുമ്പ് 2 പ്രാവശ്യം ഞാൻ കേക്കൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഉള്ളിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഈ കേക്കിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ടൂത്ത് പിക്ക് നല്ല ക്ലീനായിട്ട് വരണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. ടൂത്ത് പിക്ക് തന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ ഈർക്കിളിയൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ 1.25 മണിക്കൂറാട്ടോ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. ഈ കേക്ക് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ കേക്ക് ടിന്നിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോഴായിരുന്നാലും കേക്ക് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് എടുത്താൽ മതി. കാരണം ഈ കേക്ക് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ചൂടോട് കൂടിയിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ കേക്ക് പൊടിഞ്ഞു പോകും. പിന്നെ കേക്ക് ശരിക്കും ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് എടുക്കുമ്പോഴായിരിക്കും കേക്കിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ കേക്ക് ഇനി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കറിൽ തന്നെ വെക്കേണ്ട, കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ കുക്കറിൽ ഇരുന്നിട്ട് ആ ചൂട് കൊണ്ട് പിന്നെയും കേക്കിൻ്റെ അടിഭാഗം ചിലപ്പോൾ കരിഞ്ഞു പോകും. ഈ ട്രേയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. ഇതിൻ്റെ മുകളിൽ ഈ പേപ്പർ മാറ്റട്ടെ കേട്ടോ. ഈ കേക്കിനെ തിരിച്ച് തന്നെ ഇങ്ങോട്ട് വെക്കട്ടെ. നല്ല സ്പോഞ്ചായിട്ടാണ് ഇരിക്കുന്നത്. കൈമയ്ക്കൊക്കെ ഇങ്ങനെ കുറേശ്ശിനെ പൊടിഞ്ഞു വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടോ കേക്ക്. ഈ കേക്കിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ കേക്കിനെ കട്ട് ചെയ്യാം.
ഇത് ഞാൻ ഈ പാത്രം വെച്ച് കഴിയുമ്പോൾ ലെവലിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടോ, ഇവിടെ ഒരു സൈഡ് കുറച്ച് പൊന്തി, ഇവിടെ ഒരു സൈഡ് കുറച്ച് താണു. പക്ഷെ ഞാൻ നല്ല കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ലെവൽ ചെയ്തതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ കറക്റ്റ് ലെവലാക്കിയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഈ നമ്മുടെ കേക്ക് നമുക്ക് കട്ട് ചെയ്യാം. സൂപ്പർ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന കേക്ക് കേട്ടോ. ജസ്റ്റ് കത്തി വെച്ചിട്ട് ഇങ്ങനെയാണ് കൊടുത്താൽ മതി, താഴത്തേക്ക് താനെ അങ്ങോട്ട് പൊക്കോളും. അപ്പം ഇനി ഈ സൈഡും കട്ടിയിട്ടേ നമുക്ക് ചെറിയ പീസ് എടുക്കാം. കത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഈ ഒരു പീസ് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ കേക്ക്. ഈ കേക്ക് സോഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്ന കേക്ക്. ആണ് നമ്മുടെ ചോക്ലേറ്റ് കേക്ക്. ഇതിലേക്ക് നമ്മൾ മുട്ടയോ ബട്ടറോ ഒന്നും ചേർക്കേണ്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഈ കേക്കിൻ്റെ പീസ് നമുക്ക് ഇവിടെ തന്നെ വയ്ക്കാം.